ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. മെഷർമെന്റ് സ്കെയിൽസ് ആണ് ഈ തന്നിട്ടുള്ളത്. നമ്മുടെ റിസർച്ചിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മെഷർമെന്റ് സ്കെയിൽസ്. ഈ നോമിനൽ സ്കെയിലും ഓർഡിനൽ സ്കെയിലും ഇന്റർവെൽ സ്കെയിലും റേഷ്യോ സ്കെയിലും ഇത് നാലും റിസർച്ചിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. 4 ടൈപ്സ് ഓഫ് മെഷർമെന്റ് സ്കെയിൽസ് ആണ്. ഇതിനെ എങ്ങനെ മാച്ച് ചെയ്യാമെന്ന് പറയാമോ? ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്തേ. നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, ഇന്റർവൽ സ്കെയിൽ ആൻഡ് റേഷ്യോ സ്കെയിൽ. ഇവിടെ നോമിനൽ സ്കെയിൽ കൊണ്ട് നമ്മൾ ഏതായിരിക്കും മെഷർ ചെയ്യുന്നത്? ഈ ഭാഗം പഠിച്ചില്ലായിരുന്നോ? എന്നാലും ഒന്നൊരു സിമ്പിൾ ലോജിക്ക് ഒന്ന് യൂസ് ചെയ്തിട്ട് ഒന്ന് ഗസ് ചെയ്തോ. ആൻസർ ഒന്ന് ഗസ് ചെയ്തേ. ആൻസർ അങ്ങ് ഗസ് ചെയ്തോ. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഏതാണെന്ന് ഒന്ന് ഗസ് ചെയ്തോ. നമുക്ക് എന്നിട്ട് നേരെ നോക്കാം, ആൻസറിലേക്ക് പോകാം. ഒരാളും കൂടെ ജോയിൻ ആയിട്ടുണ്ട് അല്ലെ, തോമസ്. നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഇത് സ്കെയിൽ ഓഫ് മെഷർമെന്റ്സ് ആണ്. മെഷർമെന്റ് സ്കെയിലുകളാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിസർച്ചിനകത്ത് പഠിക്കാനുള്ളതാണ് ഈ മെഷർമെന്റ് സ്കെയിൽസ്. ഈ 4 മെഷർമെന്റ് സ്കെയിലുകൾ, നോമിനൽ സ്കെയിലും ഓർഡിനൽ സ്കെയിലും ഇന്റർവെൽ സ്കെയിലും റേഷ്യോ സ്കെയിലും, ഇത് 4ഉം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ കൃത്യമായിട്ട് ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു മാച്ച് ദ ഫോളോയിങ് വന്നാൽ ആൻസർ ചെയ്യാം. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യവും ഈ ചോദ്യം ചോദിച്ചു, അതിന് മുന്നത്തെ പ്രാവശ്യവും ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ ഈ പ്രാവശ്യവും ഈ ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന് ഗസ് ചെയ്തേ. നിങ്ങളൊന്ന് ഗസ് ചെയ്തോ, ആൻസർ ഒന്ന് ഗസ് ചെയ്തോ. തെറ്റാണെങ്കിലും കുഴപ്പമില്ല, തെറ്റിക്കോട്ടെ, നമുക്ക് നോക്കാമല്ലോ. ബി ആണോ? ഓക്കെ, നമുക്ക് നോക്കിയാലോ. തോമസ് പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഈ സ്കെയിലിംഗ് പഠിച്ചിരുന്നോ? മെഷർമെന്റ് സ്കെയിലുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ? നോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ അതെന്താണെന്ന് പഠിക്കാം. എപ്പോഴും ഈ ഒരു മെഷർമെന്റ് സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യത്തില്ലേ? റിസർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി PG പ്രൊജക്ടുകൾ ചെയ്തില്ലേ? ഈ പ്രൊജക്ടുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെഷർ ചെയ്യും അല്ലെ? ഡേറ്റ നമ്മൾ മെഷർ ചെയ്യും. ഇപ്പൊ നമ്മൾ ആളുകളുടെ പേര് ചോദിക്കും, അവരുടെ ഇൻകം ചോദിക്കും, അവരുടെ ഏജ് ചോദിക്കും, ഒക്കുപേഷൻ ചോദിക്കും, അതേപോലെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ നമ്മൾ കസ്റ്റമേഴ്സിനോടോ ഒക്കെ ചോദിക്കാറുണ്ട് അല്ലെ? നമ്മുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ സാമ്പിൾസിനോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ അവര് തരുന്ന ആൻസേഴ്സിനെ നമ്മൾ ഈ പല സ്കെയിലിലായിട്ടാണ് മെഷർ ചെയ്യുന്നത്. നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാല് പേര് അല്ലെ? പേര്. അതായത് നോമിനൽ സ്കെയിലിന്റെ പ്രത്യേകത, നമുക്ക് പ്രത്യേകിച്ച് ഓർഡറോ റാങ്കിങ്ങോ ന്യൂമറിക് മീനിങ്ങോ ഒന്നുമില്ലാത്ത കാര്യങ്ങളെയാണ് നോമിനൽ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുന്നത്. ഇപ്പൊ ആളുകളുടെ പേര് ഒരു നോമിനൽ സ്കെയിലാ. നെയിം നമ്മളൊരു നോമിനൽ സ്കെയിൽ ആയിരിക്കും. ഇനി അവരുടെ ജെൻഡർ ചോദിക്കുമ്പോൾ മെയിൽ എന്നും ഫീമെയിൽ എന്നും പറയും. അതൊരു നോമിനൽ സ്കെയിലാണ്. അവരുടെ ഒക്കുപേഷൻ, ഇതൊക്കെ നോമിനൽ സ്കെയിൽസ് ആണ്. നോമിനൽ സ്കെയിൽ അതായത് ഇപ്പൊ ഒരാളുടെ പേരോ അവരുടെ ജെൻഡറോ ഒക്കുപേഷനോ ഒന്നും
അതിനൊന്നും ഒരു ന്യൂമറിക് മീനിങ് ഇല്ലല്ലോ, അതിനൊരു റാങ്കിങ് ഇല്ല, അതിനൊരു ഓർഡറോ അങ്ങനെ ഒന്നും ഇല്ല. ജസ്റ്റ് ഒരു പേരിന് അല്ലെ നോമിനൽ ആയിട്ടുള്ള ഒരു സ്കെയിലാണ്. അപ്പൊ ഒരു ജസ്റ്റ് ഒരു കാറ്റഗറി മാത്രമാണ് നോമിനൽ സ്കെയിലിനകത്ത് വരുന്നത്. ഇവിടെ നമുക്ക് നോമിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ ജെൻഡർ ആയിരിക്കും അല്ലെ. ഇപ്പൊ എ നമുക്ക് 3 വരണം. എല്ലാത്തിന്റെയും A3 ആണ് എല്ലാ ഓപ്ഷൻസിലും. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. നെക്സ്റ്റ് വൺ ആണ് ഓർഡിനൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു റാങ്കിങ് ആണ് ഓർഡിനൽ സ്കെയിലിൽ കാണിക്കുന്നത്. ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു റാങ്കിങ് ആണ് അവിടെ വരുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോമിനൽ സ്കെയിൽ പോലെ ഒരു നെയിമും കാണും, അതിനൊരു ഓർഡറും കാണും. പക്ഷേ ഈ റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കണമെന്നില്ല. അതായത് ഇപ്പൊ നമ്മൾ ഒരാളുടെ റാങ്ക് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കിന്റെ ബേസിൽ നമ്മൾ അവരെ റാങ്ക് ചെയ്യുന്നു. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്. അതൊരു ഓർഡിനൽ സ്കെയിലാ. അതായത് അവിടെ പ്രത്യേകത എന്താ, ഒരു ഓർഡർ ഉണ്ട് അല്ലെ, ഒരു റാങ്കിങ് അല്ലെങ്കിൽ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തമ്മിലുള്ള ആളുകളുടെ മാർക്ക് ഡിഫറൻസ് തന്നെ ആയിരിക്കത്തില്ല സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും വന്ന ആളുകൾ തമ്മിലുള്ള മാർക്ക് ഡിഫറൻസ്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ റാങ്ക് എപ്പോഴും സെയിം ആയിരിക്കത്തില്ല. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് 90 മാർക്കുണ്ട്, സെക്കൻഡ് റാങ്ക് കിട്ടിയ ആൾക്ക് 85 മാർക്ക്, തേർഡ് റാങ്കിന് ചിലപ്പോൾ 84 മാർക്കായിരിക്കും. അപ്പോ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തമ്മിൽ 10 മാർക്കിന്റെ വ്യത്യാസം വന്നു. പക്ഷെ സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും തമ്മിൽ 1 മാർക്കിന്റെ വ്യത്യാസമേ വന്നുള്ളൂ. അപ്പൊ ഈ ഒരു ഈക്വൽ ഡിഫറൻസ് ആയിരിക്കത്തില്ല. ഓരോ റാങ്കുകൾ തമ്മിൽ ഈക്വൽ ഡിഫറൻസ് ആയിരിക്കത്തില്ല. ഇപ്പൊ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ, ആളുകളുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പം സാഡ്, ന്യൂട്രൽ, ഹാപ്പി എന്നിങ്ങനെ മെഷർ ചെയ്യാം. അതൊരു ഓർഡിനൽ സ്കെയില്, അതൊരു ഓർഡറിലാണ് അല്ലെ. ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ആള് കാണും, അതിന്റെ താഴെ ന്യൂട്രൽ കാണും, അതിന്റെ താഴെ സാഡ് കാണും. ഓക്കെ, ഈ ഒരു പൊസിഷൻസ് അല്ലെങ്കിൽ ഒരു റാങ്കിങ് അല്ലെങ്കിൽ ഓർഡറിങ് വരുന്നതാണ് ഓർഡിനൽ സ്കെയില്. ഇവിടെ ഓർഡിനൽ സ്കെയിലിന്റെ പ്രത്യേകത ഇത് തമ്മിൽ ഈക്വൽ ഗ്യാപ്പ് ആയിരിക്കത്തില്ല. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ റാങ്ക് ഓർഡർ ഓഫ് വിന്നേഴ്സ് വരും അല്ലെ. വിന്നേഴ്സിന്റെ റാങ്ക് ഓർഡർ ഓർഡിനൽ സ്കെയിലാണ്. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ഇന്റർവെൽ സ്കെയിൽ ആണ്. ഇന്റർവെൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓർഡിനൽ സ്കെയിൽ പോലെ ഒരു ഓർഡർ കാണും. അവിടെ പ്രത്യേകത എന്താ, ഈക്വൽ ഡിഫറൻസ് ആയിരിക്കും. ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ആണ്. അതാണ് ഇന്റർവെൽ സ്കെയിലിന്റെ പ്രത്യേകത. അതേപോലെ ഇന്റർവെൽ സ്കെയിലില് ട്രൂ സീറോ ഇല്ല. ട്രൂ സീറോ ഇല്ല എന്ന് വെച്ചാൽ സീറോയ്ക്ക് അവിടെ മീനിങ് ഇല്ല. ഇപ്പൊ നമ്മൾ ടെമ്പറേച്ചർ നമ്മൾ പറയുവാണ്, ടെമ്പറേച്ചറിന്റെ ഒരു മെഷർമെന്റ് എടുക്കുന്നു. 10 ഡിഗ്രി സെൽഷ്യസ് വരെ, 10 തൊട്ട് 20 ഡിഗ്രി, 20 തൊട്ട് 30 ഡിഗ്രി, 30 തൊട്ട് 40 ഡിഗ്രി. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് സെയിം അല്ലേ, ഈക്വൽ ഡിഫറൻസുകളല്ലേ. 10 തൊട്ട് 20 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഉള്ള ഡിഫറൻസും 20 തൊട്ട് 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഉള്ള ഡിഫറൻസും തമ്മിലുള്ള ഡിഫറൻസുകൾ സെയിമാ. പക്ഷേ ട്രൂ സീറോ ഇല്ല. അതായത് ഇപ്പൊ നമ്മൾ ടെമ്പറേച്ചർ ഒക്കെ മെഷർ ചെയ്യുമ്പോൾ 0 ഡിഗ്രി ടെമ്പറേച്ചർ എന്ന് പറയാൻ പറ്റത്തില്ല. അതായത് 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചറേ ഇല്ല എന്നല്ലല്ലോ മീൻ ചെയ്യുന്നത്. അപ്പൊ സീറോയ്ക്ക് ഇവിടെ മീനിങ് ഇല്ല. അതാണ് ഇന്റർവെൽ സ്കെയിലിന്റെ പ്രത്യേകത. നമ്മുടെ ചോദ്യത്തില് ഇന്റർവെൽ സ്കെയിൽ എന്ന് പറയുന്നത് ഏത് വരും, പെർഫോമൻസ് റേറ്റിംഗ് വരുമേ. പെർഫോമൻസ് റേറ്റിംഗ് ആസ് 0 to 10. ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ പെർഫോമൻസ് നമ്മൾ റേറ്റ് ചെയ്യാൻ ആൾക്കാരോട് പറയുന്നു. 0 to 10 സ്കെയിലിൽ റേറ്റ് ചെയ്യാൻ പറയുന്നു. ചിലര് 8 കൊടുക്കും റേറ്റിംഗ്, ചിലര് 10 out of 10 റേറ്റിംഗ് കൊടുക്കും, ചിലര് 9 out of 10 കൊടുക്കും, ചിലര് 5 out of 10 കൊടുക്കും. അപ്പൊ ഇവിടെ റാങ്കിങ് സെയിം ഡിഫറൻസ് അല്ലേ. ഇപ്പം 9ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസവും 8ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസവും ഒക്കെ ഒരു പോയിന്റിന്റെ ഡിഫറൻസ് ആണ്. തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ സീറോയ്ക്ക് വാല്യൂ ഇല്ല. കാരണം ഒരു പ്രൊഡക്റ്റിന്റെ പെർഫോമൻസിനെ 0 എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 0 എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊഡക്റ്റിന്റെ പെർഫോമൻസേ ഇല്ല എന്നല്ലല്ലോ മീൻ ചെയ്യുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് റേഷ്യോ സ്കെയിൽ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ലെവൽ ഓഫ് മെഷർമെന്റ്സ് കണ്ടോ. റേഷ്യോ സ്കെയിലിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈക്വൽ ഡിഫറൻസുകളാണ്. അതേപോലെ ട്രൂ സീറോ ഉണ്ട്. ട്രൂ സീറോ ഉള്ളതാണ് റേഷ്യോ സ്കെയിലിന്റെ പ്രത്യേകത. ട്രൂ സീറോ ഉണ്ട്. ഇപ്പം ടൈം എന്ന് പറയുമ്പോൾ ടൈം സീറോ എന്ന് പറഞ്ഞാൽ ടൈം ഇത്രയും ടൈം പാസ് ചെയ്തിട്ടില്ല. അപ്പൊ ഒരു ടൈം പാസ് ചെയ്തിട്ടില്ല എന്നായിരിക്കും
സീറോ ടൈം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സീറോയ്ക്ക് മീനിങ് ഉള്ളതാണ് റേഷ്യോ സ്കെയില്. സോ ഈ ലെവൽ ഓഫ് മെഷർമെന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോണം. ഇവിടുന്ന് ഒരു ചോദ്യം വരും. ഇപ്പൊ നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നെയിം മാത്രമുള്ള വേരിയബിൾസ് ആയിരിക്കും. ഓർഡിനൽ എന്ന് പറയുമ്പോൾ നെയിമും വരും, ഒരു ഓർഡർ വരും. ഈ ഓർഡർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു പ്രത്യേകത? തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കണമെന്നില്ല. നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേസ് കിട്ടിയ ആളും സെക്കൻഡ് പ്ലേസ് കിട്ടിയ ആളും തേർഡ് പ്ലേസ് കിട്ടിയ ആളും തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കണമെന്നില്ല. അതാണ് ഓർഡിനൽ സ്കെയിലിന്റെ പ്രത്യേകത. ഇനി ഇന്റർവെൽ സ്കെയിലിലേക്ക് വരുമ്പോൾ ആ വേരിയബിൾ നെയിംഡ് ആണ്, ഓർഡേർഡ് ആണ്, ഒപ്പം പ്രൊപ്പോർഷനേറ്റ് ഇന്റർവെല്ലുകളുമായിരിക്കും. അതാണ് ഇന്റർവെൽ സ്കെയിൽ. പ്രൊപ്പോർഷനേറ്റ് ഇന്റർവെൽസും ആയിരിക്കും. ദെൻ റേഷ്യോ സ്കെയിലിലേക്ക് വരുമ്പോൾ എന്താ പ്രത്യേകത? റേഷ്യോ സ്കെയിൽ എന്ന് പറയുമ്പോൾ വേരിയബിൾ നെയിംഡ് ആണ്, ഓർഡേർഡ് ആണ്, പ്രൊപ്പോർഷനേറ്റ് ഇന്റർവെൽ ഉണ്ട്, പ്ലസ് അവിടെ ഒരു ട്രൂ സീറോ ഉണ്ട്. അവിടെ ഒരു ട്രൂ സീറോ ഉണ്ട്. സീറോയ്ക്ക് വാല്യൂ ഉണ്ട്. സീറോ എന്ന് പറയുമ്പോൾ ആ ഒരു ഒരു മെഷർമെന്റ് കംപ്ലീറ്റ്ലി അതിന്റെ ആബ്സെൻസ് ആണ് സീറോ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ടൈമിന്റെ കാര്യത്തിൽ 0 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ടൈം ഹാസ് പാസ്ഡ് എന്ന് പറയാം അല്ലെ? അതായത് ടൈം ഒന്നും പാസ് ചെയ്തിട്ടില്ല. അപ്പൊ സീറോ എന്ന് പറയുമ്പോൾ ആ ഒരു കംപ്ലീറ്റ് ആബ്സെൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റേഷ്യോ സ്കെയിലില് സീറോ നമുക്ക് കാണിക്കാം. ഇന്റർവെൽ സ്കെയിലില് ട്രൂ സീറോ ഇല്ല. സീറോ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ദിസ് ഈസ് ലെവൽ ഓഫ് മെഷർമെന്റ്. ഇതിന്റെ ഒരു ചോദ്യവും കൂടെ ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ഒരു സ്ലൈഡിൽ നമുക്ക് കാണാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഇൻഡക്റ്റീവ് റീസണിങ് ഇൻവോൾവ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് തന്നെ കണ്ടു അല്ലേ? ഓക്കെ, എനിവേ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻഡക്റ്റീവ് റീസണിങ് ഇൻവോൾവ് മൂവിങ് ഫ്രം general to specific theory. Deductive reasoning begins with a theory and moving to particular to test and verify the theory. ഇൻഡക്റ്റീവ് റീസണിങ്ങും ഡിഡക്റ്റീവ് റീസണിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ കോൺസെപ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പൊ നമ്മള് ഒരു കാര്യം പഠിക്കുമ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ്, ഡിഡക്റ്റീവ് റീസണിങ്, ഈ രണ്ട് രീതിയിൽ നമുക്ക് ആ പഠനം നടത്താം. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത എന്നറിയാമോ? ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ജനറൽ തിയറിയിലേക്ക് എത്തിപ്പെടുന്നതാണ് ഇൻഡക്റ്റീവ് റീസണിങ്. ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ഡിഡക്ട് ചെയ്ത് വരും. ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും ഡിഡക്റ്റീവ്. അതായത് ഡിഡക്ട് ചെയ്ത് വരുന്നു. അതായത് ഒരു വാസ്റ്റ് ഏരിയയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഡിഡക്ട് ചെയ്ത് ഒരു സ്പെസിഫിക് പോയിന്റിലേക്ക് എത്തിച്ചേരും. അതാണ് ഡിഡക്റ്റീവ് റീസണിങ്. ഇപ്പൊ ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും നേരെ ഓപ്പോസിറ്റാ. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ജനറൽ തിയറിയിലേക്ക് എത്തിച്ചേരും. അതായത് നമുക്കൊരു ചെറിയ കോൺസെപ്റ്റ് അറിയാം. ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് ഈ കോൺസെപ്റ്റ് എവിടുന്ന് വന്നു, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് തിയറീസ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരു വാസ്റ്റ് ഏരിയയിലേക്ക്, ഒരു പോയിന്റിൽ നിന്ന് ഒരു വാസ്റ്റ് ഏരിയയിലേക്ക് പോകുന്നതാണ് ഇൻഡക്റ്റീവ് റീസണിങ്. അപ്പൊ സ്പെസിഫിക്കിൽ നിന്ന് ജനറലിലേക്ക് പോകുന്നതാണ് ഇൻഡക്റ്റീവ് റീസണിങ്. ഇനി ഡിഡക്റ്റീവ് നേരെ തിരിച്ചാ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം അല്ലെ? അതായത് ഒരു വാസ്റ്റ് ഏരിയയിൽ നിന്ന് നമ്മൾ അതിനെ എന്ത് ചെയ്തു? വെട്ടിക്കുറച്ച് അതിൽ നിന്ന് സ്പെസിഫിക് ആക്കി ഒരു ചെറിയ പോയിന്റിലേക്ക് എത്തിച്ചേരുന്നു. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓർത്തിരിക്കാം. ഇപ്പൊ നമ്മള് റിന്യൂവബിൾ എനർജിയെ പറ്റി പറയുന്നു. റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോൾ അതൊരു വാസ്റ്റ് ഏരിയ ആണ്. അപ്പൊ ഈ റിന്യൂവബിൾ എനർജിയിൽ നിന്ന് നമ്മൾ വീണ്ടും അതിനകത്തുള്ള കാര്യങ്ങൾ നോക്കി അതിൽ നിന്ന് സോളാർ എടുക്കുന്നു. സോളാർ റിന്യൂവബിൾ എനർജിയാണ്. ഇനി ഈ സോളാർ ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള ആളുകളുണ്ട്. അതിൽ നമ്മൾ ഹൗസ് ഹോൾഡ് സോളാർ യൂസേഴ്സിനെ എടുക്കുന്നു. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാം? ഡിഡക്ട് ചെയ്ത് വരാം. ഇതാണ് ഡിഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചെറിയ പോയിന്റിൽ നിന്ന് ഒരു ലാർജ് ഏരിയയിലേക്ക് പോവുക. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്പെസിഫിക് പോയിന്റ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ അത് ഏത് ഏരിയയിൽ നിന്ന് വന്നതാണ്, അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ഒരു വാസ്റ്റ് തിയറിയിലേക്ക് പോകുന്നതാണ് ഇൻഡക്റ്റീവ് റീസണിങ്. ഓക്കെ, ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഒരു തംസ് ഇട്ടേ. ഓക്കെ,
യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് among the following is not a type of research design? ഏതാണ് റിസർച്ച് ഡിസൈൻ അല്ലാത്തത്? ഫോർമുലേറ്റീവ് ഡിസൈൻ, ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻ, എക്സ്പോണൻഷ്യൽ ഡിസൈൻ, ഡയഗ്നോസ്റ്റിക് ഡിസൈൻ. ഓർമ്മയില്ലേ? നമ്മൾ റിസർച്ച് ഡിസൈൻ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നല്ലോ. ഒന്ന് ഗസ് ചെയ്തോ. ഫോർമുലേറ്റീവും ഡിസ്ക്രിപ്റ്റീവും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ചിനെ പറ്റിയിട്ട്. ഇവിടെ ഏത് വരും പറഞ്ഞേ? മറന്നുപോയോ? എക്സ്പോണൻഷ്യൽ ഡിസൈൻ അല്ലേ ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ അല്ലാത്തത്? എക്സ്പോണൻഷ്യൽ ഡിസൈൻ. ഫോർമുലേറ്റീവും ഡിസ്ക്രിപ്റ്റീവും ഡയഗ്നോസ്റ്റിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോയതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഇതിപ്പോ നമ്മൾ പറഞ്ഞ കാര്യമാണ്. നോമിനൽ സ്കെയിൽ, റേഷ്യോ സ്കെയിൽ, ഗഡ്മാൻസ് ക്യുമുലേറ്റീവ് സ്കെയിൽ, കണ്ടന്റ് വാലിഡിറ്റി. ഇതെങ്ങനെ നമുക്ക് മാച്ച് ചെയ്യാമെന്ന് പറയണേ, വായിച്ചു നോക്കിയിട്ട്. നോമിനൽ സ്കെയിൽ, റേഷ്യോ സ്കെയിൽ, ഗഡ്മാൻസ് ക്യുമുലേറ്റീവ് സ്കെയിൽ, കണ്ടന്റ് വാലിഡിറ്റി. നോക്കിക്കേ, ഓപ്ഷൻസ് നോക്കിക്കേ. കിട്ടുന്നില്ലേ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ? നോമിനലും റേഷ്യോയും നമുക്ക് അറിയാമല്ലോ. മറ്റു രണ്ടെണ്ണം നമുക്ക് പറയാം. നോമിനൽ സ്കെയിലും റേഷ്യോ സ്കെയിലും നമുക്ക് ഇതിൽ അറിയാം. അങ്ങനാണെങ്കിൽ ഇതിൽ എങ്ങനെ വരും? നോമിനൽ സ്കെയിലും റേഷ്യോ സ്കെയിലും ഏതൊക്കെ വരുമെന്ന് പറയാമോ? ഏത് വരും? നോമിനൽ സ്കെയില് നമുക്ക് ഇതിൽ നിന്ന് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? നോമിനൽ സ്കെയില് രണ്ടുപേരും പറയണേ. ആര്യ, തോമസ്, രണ്ടുപേരും പറഞ്ഞേ. നോമിനൽ സ്കെയില് നമുക്ക് ഇതിൽ ഏതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും? കിട്ടുന്നില്ലേ? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞല്ലേ നോമിനൽ സ്കെയിലിന്റെ പ്രത്യേകത. നോമിനൽ സ്കെയിലിന് എന്താ പ്രത്യേകത? ഒരു ഓർഡർ ഇല്ല. ഓർഡർ ഇല്ലാത്തതാണ് നോമിനൽ സ്കെയില്. ബാക്കി മൂന്ന് സ്കെയിലും ഒരു ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത് അല്ലേ? ഇപ്പൊ നോമിനൽ സ്കെയിലിന് ഓർഡർ ഇല്ലല്ലോ. അപ്പൊ എന്ത് വരണം? 4 വരണം അല്ലേ? പിന്നെ റേഷ്യോ സ്കെയിലിന്റെ പ്രത്യേകത ഏത് വരും ഇതില്? റേഷ്യോ സ്കെയില് അതൊന്ന് പറഞ്ഞേ രണ്ടുപേരും.
യെസ്, റേഷ്യോ സ്കെയില് 3 കണ്ടെയ്ൻസ് ആൻ അബ്സല്യൂട്ട് 0. റേഷ്യോ സ്കെയിലാണ് അബ്സല്യൂട്ട് 0 ഉള്ളത്. ബി അപ്പൊ 3 വരും അല്ലെ, A4 ഉം B3 ഉം, A4 ഉം B3 ഉം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയല്ലോ, നമ്മൾ ആൻസറിലേക്ക് വന്നല്ലോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി ഗട്ട്മാൻസ് ക്യുമുലേറ്റീവ് സ്കെയിലും കണ്ടന്റ് വാലിഡിറ്റിയും, ഇത് കോൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നിങ്ങളൊന്ന് മാച്ച് ചെയ്ത് പറയണേ. ഈ രണ്ടിന് കോൺസെപ്റ്റുകൾ ഞാൻ പറയാം. ഗട്ട്മാൻസ് ക്യുമുലേറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത് ഇതും ഒരു മെഷർമെന്റ് സ്കെയിലാണ്. ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിച്ചോണം കേട്ടോ. വളരെ സിമ്പിൾ ആണ്. പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ കാര്യമായിട്ട് തോന്നും, കേൾക്കുമ്പോൾ വളരെ സിമ്പിളാ. ക്യുമുലേറ്റീവ് സ്കെയിലാ. അതായത് ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു 4 സ്റ്റേറ്റ്മെന്റുകൾ തരും. 4 സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ അത് ഈസി ടു ഹാർഡസ്റ്റ് അല്ലെങ്കിൽ പല ലെവലിലുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തരുമ്പോൾ ഒരാള് സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് എഗ്രി ചെയ്താൽ അതിനർത്ഥം അതിന് മുന്നേ വരുന്ന ഈസിയർ സ്റ്റേറ്റ്മെന്റുകളും ഓട്ടോമാറ്റിക്കലി അത് എഗ്രി ആകുന്നു എന്നുള്ളതാണ്. അത് ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിളിൽ കൂടെ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. ഇപ്പൊ ഗട്ട്മാൻസ് ക്യുമുലേറ്റീവ് സ്കെയിലില് ഇപ്പൊ നമുക്കൊരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഓരോ കുട്ടിയോടും പല സ്കെയിൽ ഓഫ് അല്ലെങ്കിൽ പല ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. അപ്പൊ നമ്മൾ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ചോദ്യം, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കും. നിങ്ങൾക്ക് റാങ്ക് ഉണ്ടോ, റാങ്ക് ഉള്ള കുട്ടിയാണോ? അപ്പൊ ആ റാങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിന്റെ താഴത്തെ ചോദ്യം എന്തായിരിക്കും? നിങ്ങൾക്ക് 80% മാർക്ക് ഉണ്ടോ? അതിന്റെ താഴത്തെ ചോദ്യം നിങ്ങൾക്ക് 60% കൂടുതൽ മാർക്ക് ഉണ്ടോ? അതിന്റെ താഴത്തെ ചോദ്യം നിങ്ങൾ പാസ്സായോ? ഇങ്ങനെയുള്ള പല ലെവലിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു. ഇതില് ഈ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം അവർ ആൻസർ ചെയ്താൽ ആ ഹയസ്റ്റ് ചോദ്യം അവര് അത് എഗ്രി ചെയ്യുവാണെങ്കിൽ അതിന്റെ ബാക്കിയായിട്ട് വരുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ഓട്ടോമാറ്റിക്കലി എഗ്രീഡ് ആകും. അതായത് നിങ്ങൾക്ക് റാങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പം 90% മുകളിൽ വന്നവരെ ആയിരിക്കും റാങ്ക് ഉള്ളവരായിട്ട് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ റാങ്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ട് യെസ് എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള എല്ലാ ചോദ്യങ്ങളും ഓട്ടോമാറ്റിക്കലി ആ കുട്ടി എഗ്രി ആകുവാണ്. കാരണം റാങ്ക് ഉണ്ടോന്ന് ചോദിച്ചാൽ യെസ്. അപ്പൊ പിന്നെ 80% മുകളിൽ മാർക്ക് ഉണ്ടോ എന്നെടുത്ത് ചോദിക്കണ്ട, ഓൾറെഡി ഉള്ളത് കൊണ്ടാണല്ലോ റാങ്ക് കിട്ടിയത്. അപ്പൊ നമ്മൾ 60% മുകളിൽ ഉണ്ടോ എന്ന് ചോദിക്കണ്ട, 60% മുകളിലാണല്ലോ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നിങ്ങൾ പാസ്സായോ എന്നൊരു ചോദ്യം അവിടെ ചോദിക്കണ്ട, കാരണം റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനുശേഷം വരുന്ന ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും ഓട്ടോമാറ്റിക്കലി എഗ്രി ആകുവാണ്. അതാണ് ഗട്ട്മാൻസ് ക്യുമുലേറ്റീവ് സ്കെയിലിൽ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ ഗട്ട്മാൻസ് ക്യുമുലേറ്റീവ് സ്കെയിൽ എന്താണെന്നുള്ളത്? ഇവിടെ ഇത്രേ ഉള്ളൂ ഇവിടെ പറഞ്ഞത്. ആ പേരെന്തോ വലിയൊരു പേരാണ്, പക്ഷെ അതിനകത്തുള്ള ആ ഒരു മീനിങ് വളരെ സിമ്പിൾ ആണ്. ഇഫ് എ പേഴ്സൺ എഗ്രി ടു എ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് they will also agree to all the easier statements before it. അത്രേ ഉള്ളൂ. അതായത് ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ഒരാൾ എഗ്രി ചെയ്താൽ, ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ഒരു പേഴ്സൺ എഗ്രി ചെയ്താൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ ബാക്കിയായിട്ട് വരുന്ന ബാക്കി എല്ലാ ഈസിയർ അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിന്റെ താഴെ വരുന്ന ബാക്കി എല്ലാ ചോദ്യങ്ങളും ഓട്ടോമാറ്റിക്കലി അവിടെ എഗ്രീഡ് ആകും. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്, അങ്ങനെയുള്ള സ്കെയിലാണ് ഗട്ട്മാൻസ് ക്യുമുലേറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ ചോദ്യങ്ങളും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് റാങ്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ വന്നു. അത്രയും ചോദ്യങ്ങളെയാണ് ഗട്ട്മാൻസ് ക്യുമുലേറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ചോദ്യം എന്തായിരിക്കും? നിങ്ങളുടെ ഏജ് എത്രയാണ്, അല്ലെങ്കിൽ ഹോബി എന്താണ്? ഇതൊക്കെ നമ്മൾ ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല. ഇപ്പൊ റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ചോദ്യം നിങ്ങളുടെ ഏജ് എത്രയാണ്, അതിനവിടെ ആൻസർ കിട്ടുന്നില്ല. അപ്പൊ ഗട്ട്മാൻസ് ക്യുമുലേറ്റീവ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റുകളെയാണ് ഈ പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റുകളുടെ പ്രത്യേകതയാണ് ഏറ്റവും സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ഒരു വ്യക്തി എഗ്രി ചെയ്താൽ അതിന് ബാക്കിയായിട്ട് വരുന്ന എല്ലാ ഈസിയർ സ്റ്റേറ്റ്മെന്റുകളും ഓട്ടോമാറ്റിക്കലി പാസ് ആകും. അതാണ് ഗട്ട്മാൻസ് ക്യുമുലേറ്റീവ് സ്കെയിൽ. ഇപ്പോ ഒരു പ്രൊഡക്റ്റിനോടുള്ള നമ്മളുടെ ഇൻട്രസ്റ്റ് അത് തരുമ്പോ നമുക്ക് പല 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 ചോദ്യങ്ങളായിരിക്കും അതിൽ വരുന്നത്. അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടോ?
സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ യെസ് അല്ലെങ്കിൽ ഹൈ സാറ്റിസ്ഫാക്ഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, ഈ പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ, ഇതിനെല്ലാം ഓട്ടോമാറ്റിക്കലി ആൻസർ ആകുവാണല്ലോ. ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഹൈലി സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടമാണ്, ഇഷ്ടമായതുകൊണ്ടല്ലേ നമ്മളത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അതേപോലെ യൂസ് ചെയ്യുന്നുണ്ടോ, ഇതുവരെ എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം പിന്നെ ചോദിക്കണ്ട. യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണല്ലോ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. അപ്പോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്, ഇങ്ങനെയുള്ള ഒരു സ്കെയിലിനെയാണ് ഗഡ്മൻസ് ക്യുമുലേറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏത് വരും നിങ്ങൾ പറഞ്ഞേ? ഈ ഒരു ചോദ്യത്തില് ഗഡ്മൻസ് ക്യുമുലേറ്റീവ് സ്കെയിൽ ഏത് വരും? ഒന്നാണോ? ഓക്കെ, ഞാൻ അതും കൂടെ പറയാം, കണ്ടന്റ് വാലിഡിറ്റിയും കൂടെ പറയാം കേട്ടോ, രണ്ടും പറയാം. ഓക്കെ, സോറി, രണ്ടും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാകും. നെക്സ്റ്റ് വൺ ഈസ് കണ്ടന്റ് വാലിഡിറ്റി. കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു ടൂൾ ആണ് കേട്ടോ. കണ്ടന്റ് വാലിഡിറ്റി ഒരു ടൂൾ ആണ്. ഈ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് ഒരു കണ്ടന്റിന്റെ കംപ്ലീറ്റ്നെസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ ആണ് കണ്ടന്റ് വാലിഡിറ്റി. അതായത് ഇപ്പോ നമ്മളൊരു എക്സാം നടത്തുന്നു. ലീഡർഷിപ്പ് എന്നൊരു നമുക്ക് മാനേജ്മെന്റിനകത്ത് ലീഡർഷിപ്പ് പഠിക്കാനുണ്ട്. അപ്പൊ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് ഞാനൊരു എക്സാം നടത്തുക പിള്ളേർക്ക്. ഇപ്പൊ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ഞാനൊരു എക്സാം ഇടുമ്പോ ആ ക്വസ്റ്റ്യൻ പേപ്പർ, ഞാൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിലുള്ള എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു എക്സാം ഇടുമ്പോൾ ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ലീഡർഷിപ്പ് തിയറീസും ലീഡർഷിപ്പ് സ്റ്റൈലുകളും അതിൽ തന്നെ ട്രേറ്റ് തിയറി, അതേപോലെ ബിഹേവിയറൽ തിയറി ഉണ്ട്, കണ്ടിജൻസി തിയറി ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ തിയറികളും അതേപോലെ ലീഡർഷിപ്പ് സ്റ്റൈലുകളും ഇങ്ങനെയുള്ള എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടാണോ ഈ ക്വസ്റ്റ്യൻ ഉള്ളത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നറിയാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് കണ്ടന്റ് വാലിഡിറ്റി. അപ്പോ നമ്മുടെ ആ ഒരു ടെസ്റ്റില് ഹൈ കണ്ടന്റ് വാലിഡിറ്റി ആണ് കിട്ടിയതെങ്കിൽ അതിനർത്ഥം എന്താ? ഈ ഒരു ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ഏരിയാസും കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണിത് എന്ന് ഉറപ്പിക്കാം. ഇനി കണ്ടന്റ് വാലിഡിറ്റി ലോ ആണെങ്കിലോ ലീഡർഷിപ്പിനകത്തുള്ള ഏതൊക്കെയോ ഇമ്പോർട്ടന്റ് ഏരിയാസ് മിസ്സിംഗ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, ദിസ് ഇസ് കണ്ടന്റ് വാലിഡിറ്റി. അപ്പൊ ഒരു ഏരിയയില് അല്ലെങ്കിൽ ഒരു ടെസ്റ്റില് എല്ലാ നമ്മുടെ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടോ എന്നറിയാനായിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ടൂൾ ആണ് കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇത് രണ്ടും മാച്ച് ചെയ്യാമല്ലോ. സിയും ഡിയും ഏതൊക്കെ വരും എന്ന് പറഞ്ഞേ? സി ഏത് വരും? C2ഉം D1ഉം വരുമേ. ഗഡ്മൻസ് ക്യുമുലേറ്റീവ് സ്കെയില് ആറ്റിറ്റ്യൂഡ് സ്കെയിലിൽ വരാം. കാരണം ഒരാളുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രല് പലതരത്തിൽ മെഷർ ചെയ്യുന്നു. ഒരു പ്രൊഡക്റ്റിനോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് അവരുടെ സാറ്റിസ്ഫാക്ഷനും അവരുടെ ലോയൽറ്റിയും ഒക്കെ നമുക്ക് എടുക്കാം. ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാനുള്ള പല സ്കെയിലുകളുണ്ട്. അപ്പൊ ഈ ഒരു സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരാൾ ഒരു ഹൈ റേറ്റിംഗ് കൊടുത്തെങ്കിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ചോദ്യങ്ങൾ ഓട്ടോമാറ്റിക്കലി അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺഫേം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കണ്ടന്റ് വാലിഡിറ്റി നമ്മളിപ്പോ പറഞ്ഞു. ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് കണ്ടന്റ് വാലിഡിറ്റി. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which of the following is a key benefit of using operations research in business decision making? ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിൽ ഓപ്പറേഷൻസ് റിസർച്ച് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ?
ഒന്ന് ഗസ് ചെയ്തോ. ഓപ്പറേഷൻസ് റിസർച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞേ. ഓപ്പറേഷൻസ് റീസേർച്ച് എന്താണെന്ന് അറിയാമോ? ഓപ്പറേഷൻസ് റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ പഠിച്ചിട്ടില്ലേ ഓപ്പറേഷൻസ് റിസർച്ച്? അതായത് ഒരു ഓർഗനൈസേഷനകത്ത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 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 ആക്ച്വലി ഇതൊരു സബ്ജക്റ്റ് ആണ് അല്ലെ. മാത്തമാറ്റിക്സും അതേപോലെ ലോജിക്കും ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് ഓപ്പറേഷൻസ് റിസർച്ചിൽ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനകത്ത് റിസോഴ്സും ടൈമും അതേപോലെ മെഷീൻസും വർക്കേഴ്സും മെറ്റീരിയൽസും ഒക്കെ എങ്ങനെ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ബെസ്റ്റ് വേ ആണ് ഓപ്പറേഷൻസ് റിസർച്ചിൽ കൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനകത്ത് മാത്തമാറ്റിക്സും ലോജിക്കും ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി വരും അല്ലെ. ഓപ്പറേഷൻസ് റിസർച്ച് ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ് ബൈ യൂസിങ് മാത്തമാറ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ടെക്നിക്സ്. ഇപ്പൊ ഇവിടെ ഓപ്പറേഷൻസ് റിസർച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയാമോ? നമുക്കിപ്പം കോസ്റ്റ് കുറയ്ക്കണം. കോസ്റ്റ് കുറയ്ക്കാനുള്ള ബെസ്റ്റ് വേ എങ്ങനെയാണ്? അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറിയിലുള്ള ഗുഡ്സ് അത് പല 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 ആളുകൾക്ക് ഡിമാൻഡ് അനുസരിച്ച് എങ്ങനെ ബെസ്റ്റ് റൂട്ടിൽ കൂടെ സപ്ലൈ ചെയ്യാം. അതേപോലെ നമ്മുടെ വർക്കേഴ്സ്, നമ്മുടെ ഓർഗനൈസേഷനകത്തുള്ള ജോലിക്കാരുണ്ടല്ലോ, ഈ ജോലിക്കാരെ നമുക്ക് എങ്ങനെ ഓരോ ജോലിയിലേക്ക് അസൈൻ ചെയ്യാം. ഓക്കെ, എത്രത്തോളം ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, നമ്മുടെ ഓർഗനൈസേഷനെ മെഷീനുകൾ എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒപ്റ്റിമൽ അല്ലെങ്കിൽ ബെസ്റ്റ് ആൻസർ കിട്ടാനായിട്ട് നമുക്ക് ഓപ്പറേഷൻസ് റിസർച്ചിൽ കൂടെ കിട്ടും. അപ്പൊ ഈ ഓപ്പറേഷൻസ് റിസർച്ചിനകത്തുള്ള ഡിഫറെന്റ് ടെക്നിക്ക്, ഇതിന്റെ സബ് ബ്രാഞ്ചുകൾ വരുന്നുണ്ട്. ഓപ്പറേഷൻസ് റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് ലീനിയർ പ്രോഗ്രാമിംഗ്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അസൈൻമെന്റ് പ്രോബ്ലം, ഇൻവെന്ററി മോഡൽ, ക്യൂയിങ് തിയറി. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, കേട്ടിട്ടില്ലേ? ഇതൊക്കെ ലീനിയർ പ്രോഗ്രാമിങ്ങും ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസും അസൈൻമെന്റ് പ്രോബ്ലം ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? ഓർമ്മയുണ്ടോ? യെസ്. നെറ്റ്വർക്ക് അനാലിസിസ് ഉണ്ട്, പെർട്ടും CPM ഒക്കെ ഉണ്ട് അല്ലേ? യെസ്. ലീനിയർ പ്രോഗ്രാമിംഗ്, ഞാനത് ഓരോന്നും ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോവാമേ. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു നമ്മുടെ റിസോഴ്സുകൾ, ഓർഗനൈസേഷനകത്തുള്ള ലിമിറ്റഡ് റിസോഴ്സുകളെ ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് വേ, ലിമിറ്റഡ് റിസോഴ്സുകളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള വേ ആണ് ലീനിയർ പ്രോഗ്രാമിംഗിൽ കൂടെ നമ്മൾ നോക്കുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ അല്ല, നമ്മുടെ ഫാക്ടറിയിലുള്ള ഗുഡ്സ് പല 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 ആവശ്യക്കാർക്ക് ഡിമാൻഡ് അനുസരിച്ച് എത്തിച്ചു കൊടുക്കണം. അപ്പൊ അത് ഏറ്റവും ചീപ്പസ്റ്റ് വേയിൽ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ കൂടെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. അതേപോലെ അസൈൻമെന്റ് പ്രോബ്ലം ഉണ്ട്. അതായത് ഓരോ ജോലിക്കാർക്കും ജോലി എങ്ങനെ, വർക്കേഴ്സിന് ജോബ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് വേയില് വർക്കേഴ്സിന് ജോബ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് അസൈൻമെന്റ് പ്രോബ്ലത്തിനകത്ത് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഇൻവെന്ററി മോഡൽസ് ഉണ്ട്. ഇൻവെന്ററി മോഡൽസ് ആണ് EOQ ഒക്കെ കേട്ടോ. EOQ പോലെയുള്ള ഇൻവെന്ററി മോഡൽസ്, അതായത് എത്രത്തോളം സ്റ്റോക്ക് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇൻവെന്ററി മോഡൽസിൽ നോക്കുന്നത്. പിന്നെ ക്യൂയിങ് തിയറി നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ കിട്ടും. നമുക്ക് വെയിറ്റിംഗ് ടൈം, ഒരു ലൈനിൽ നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ ആ വെയിറ്റിംഗ് ടൈം നമുക്ക് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതാണ് ക്യൂയിങ് തിയറിയിൽ പറയുന്നത്. പിന്നെ നെറ്റ്വർക്ക് അനാലിസിസ് ഉണ്ട് അല്ലെ, PERT ആൻഡ് CPM. അത് നമ്മുടെ പ്രൊജക്റ്റുകളെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് PERT-ഉം CPM-ഉം. ഓക്കെ, യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ഫീസിബിൾ സൊല്യൂഷൻ ഇൻ ലീനിയർ പ്രോഗ്രാമിംഗ്? ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലീനിയർ പ്രോഗ്രാമിംഗില് ഫീസിബിൾ സൊല്യൂഷന്റെ പ്രോപ്പർട്ടി, പ്രത്യേകത എന്തായിരിക്കും? ഫീസിബിൾ സൊല്യൂഷൻ
ഫീസിബിൾ സൊല്യൂഷൻ നമുക്ക് നോക്കാം. യെസ്, ആര്യ കറക്റ്റ് ആണ് കേട്ടോ. ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് സാറ്റിസ്ഫൈ ഓൾ ദി കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ ആണ് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ ഓപ്പറേഷൻസ് റിസർച്ചിനകത്ത് ലീനിയർ പ്രോഗ്രാമിങ്ങിനകത്ത് ഒരുപാട് കൺസ്ട്രെയിൻസ് കാണും. കൺസ്ട്രെയിൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ലിമിറ്റഡ് ആയിരിക്കും, ടൈമോ മെഷീനറീസോ ഒക്കെ ലിമിറ്റഡ് ആണെങ്കിൽ ആ ലിമിറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ കൺസ്ട്രെയിൻസ്. ഈ കൺസ്ട്രെയിൻസിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കിട്ടുന്ന സൊല്യൂഷൻസ് ആണ് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എല്ലാ കൺസ്ട്രെയിൻസിനെയും ഫീസിബിൾ സൊല്യൂഷന്റെ പ്രത്യേകത കൺസ്ട്രെയിൻസിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, അതേപോലെ തന്നെ നോൺ നെഗറ്റിവിറ്റി ആയിരിക്കണം, അതായത് നെഗറ്റീവ് അവിടെ ഉണ്ടാകരുത്. അതേപോലെ ഫീസിബിൾ റീജിയണിനകത്ത് വരുന്നതായിരിക്കും ഫീസിബിൾ സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ ഒരു സിമ്പിൾ ആയിട്ട് എന്താണ് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ ഒരു പ്രോബ്ലത്തിനകത്ത് കുറെ റൂളുകൾ കാണും. ഈ റൂളുകളെല്ലാം ഫോളോ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് നമ്മുടെ സൊല്യൂഷൻ എങ്കിൽ അതാണ് ഫീസിബിൾ സൊല്യൂഷൻ. ഇപ്പൊ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരു രണ്ട് കൺസ്ട്രെയിൻസ് പറയാണ്. എക്സും വൈയും കൂടെ കൂട്ടുമ്പോ 10ൽ കുറവ് വരണം. എക്സും എന്നും വൈ എന്നും പറയുന്ന രണ്ട് വേരിയബിൾസ് പറയാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ 10ൽ താഴെ വരണം. എക്സും 0യെക്കാട്ടി കൂടുതലായിരിക്കണം, വൈ എന്ന് പറയുന്ന ഒരു നമ്പറും 0യെക്കാട്ടി കൂടുതലായിരിക്കണം. എന്നാൽ ഇത് രണ്ടും കൂട്ടുമ്പോ 10ൽ താഴെ വരാനും പാടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ എക്സിനും വൈക്കും പകരം ഒരു ഫീസിബിൾ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് 3ഉം 4ഉം എടുക്കാം, അല്ലെ? 3ഉം 4ഉം ഈ രണ്ട് നമ്പേഴ്സ് എടുക്കാം. അപ്പൊ 3ഉം 4ഉം എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് ഫീസിബിൾ സൊല്യൂഷൻ ആണോ നോക്കാം. എങ്ങനെ നോക്കും? നമ്മുടെ ഓരോ കൺസ്ട്രെയിൻസ് എടുക്കുക. എക്സും വൈയും കൂടെ കൂട്ടുമ്പോൾ 10ൽ താഴെ ആയിരിക്കണം. അപ്പൊ 3ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ 7 വരത്തുള്ളൂ. 10ൽ താഴെയാണ്. ഒരു കൺസ്ട്രെയിന്റ് എന്ത് ചെയ്തു? അത് സാറ്റിസ്ഫൈ ആയി. പിന്നെ ഉള്ളത് എക്സ് 0യെക്കാട്ടി കൂടുതലായിരിക്കണം, വൈയും 0യെക്കാട്ടി കൂടുതലായിരിക്കണം. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 3 എടുത്തു, 0യെക്കാട്ടി കൂടുതലാണ്. വൈയുടെ സ്ഥാനത്ത് നമ്മൾ 4 എടുത്തു, അതും 0യെക്കാട്ടി കൂടുതലാണ്. 3 കൺസ്ട്രെയിൻസും എന്തായി? സാറ്റിസ്ഫൈ ആയി. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെയും വൈയുടെയും സ്ഥാനത്ത് 3ഉം 4ഉം ഇടാം. അതൊരു ഫീസിബിൾ സൊല്യൂഷനാണ്. ഇനി ഈ എക്സിന്റെയും വൈയുടെയും സ്ഥാനത്ത് 8ഉം 5ഉം ഇട്ടാലോ? 8ഉം 5ഉം ഇടുവാണെങ്കിൽ അതൊരു ഫീസിബിൾ സൊല്യൂഷൻ ആകുമോ? 8ഉം 5ഉം നമ്മൾ ഇടുവാണ്. എക്സിനും വൈക്കും പകരം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു നമ്പർ 8ഉം 5ഉം ആണ്. 8ഉം 5ഉം നമ്മൾ ഇട്ട് കൊടുത്താല് അത് അവിടെ ഒരു ഫീസിബിൾ സൊല്യൂഷൻ കിട്ടുമോ? അതായത് നമ്മുടെ കൺസ്ട്രെയിന്റുകൾ സാറ്റിസ്ഫൈ ആകുമോ എന്ന് നോക്കണം. എക്സും വൈയും കൂടെ കൂട്ടുമ്പോൾ 10ൽ താഴെ വരാൻ പാടുള്ളൂ. 8ഉം 5ഉം നമ്മൾ ഇട്ട് കൊടുക്കുന്നെങ്കിൽ 8ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 13 കിട്ടും. അത് 10നെക്കാട്ടിൽ മുകളിലാണ്. ആ ഒരു കൺസ്ട്രെയിന്റ് എന്തായില്ല? സാറ്റിസ്ഫൈ ആയില്ല. അപ്പൊ ആ 8, 5 എന്ന് പറയുന്നത് ഒരു ഫീസിബിൾ സൊല്യൂഷൻ അല്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫീസിബിൾ സൊല്യൂഷന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. ക്യൂയിങ് തിയറി, ലീനിയർ പ്രോഗ്രാമിംഗ്, ഗെയിം തിയറി, അസൈൻമെന്റ് മോഡൽ. ഇത് തുടക്കത്തിൽ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞിരുന്നല്ലോ, ക്യൂയിങ് തിയറിയും ലീനിയർ പ്രോഗ്രാമിങ്ങും അസൈൻമെന്റ് മോഡലും ഒക്കെ എന്താണെന്നുള്ളത്. ക്യൂയിങ് തിയറി എന്ന് പറയുമ്പോൾ നമ്മുടെ വെയിറ്റിംഗ് ലൈൻസ് ഉണ്ടല്ലോ, വെയിറ്റിംഗ് ലൈൻസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ക്യൂയിങ് തിയറി. അതായത് സർവീസ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും വെയിറ്റിംഗ് ടൈം കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ക്യൂയിങ് തിയറിയിൽ പറയുന്നത്. ഇപ്പൊ ബാങ്കിലും ഹോസ്പിറ്റലിലും ഒക്കെ പോയാൽ നമ്മൾ ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്യത്തില്ലേ? അപ്പൊ ഈ വെയിറ്റിംഗ് ടൈം കുറയ്ക്കാനും സർവീസ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ക്യൂയിങ് തിയറി. പിന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ റിസോഴ്സുകൾ ലിമിറ്റഡ് ആണെങ്കിൽ ആ ലിമിറ്റഡ് റിസോഴ്സ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ ആണ് ലീനിയർ പ്രോഗ്രാമിംഗിൽ കൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് മാക്സിമം പ്രോഫിറ്റും മിനിമം കോസ്റ്റും വെച്ച് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മാക്സിമവും കോസ്റ്റ് മിനിമത്തിലും ആകുന്ന രീതിയിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടണം. ഇപ്പൊ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് റിസോഴ്സുകൾ ലിമിറ്റഡ് ആകുന്ന സിറ്റുവേഷനിലാണ്. അതായത് നമ്മുടെ ടൈമും ലേബറും മെറ്റീരിയൽസും ഇതൊക്കെ ലിമിറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് കൺസ്ട്രെയിന്റ് എന്ന് പറയാം.
ഈ കൺസ്ട്രെയിൻസ് ലിമിറ്റഡ് ആണെങ്കിൽ, ഇത് ലിമിറ്റഡ് ആകുമ്പോഴാണ് അത് കൺസ്ട്രെയിൻസ് ആകുന്നത്. നമുക്ക് സമയം കുറവാ, അല്ലെങ്കിൽ മെറ്റീരിയൽസ് കുറവാ. അപ്പൊ ഈ ഉള്ള മെറ്റീരിയൽസ് വെച്ച് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ എങ്ങനെ പ്രൊഡക്ഷൻ നടത്താം, അതാണ് ലീനിയർ പ്രോഗ്രാമിംഗിൽ കൂടെ സ്റ്റഡി ചെയ്യുന്നത്. പിന്നെ ഗെയിം തിയറി ഉണ്ട്. ഗെയിം തിയറി എപ്പോഴും അഡോപ്റ്റ് ചെയ്യുന്ന എപ്പോഴാ? ഗെയിമിന്റെ പ്രത്യേകത എന്താ? ഗെയിം എന്ന് പറയുന്നത് രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഗെയിം, അല്ലെ? അപ്പൊ ഗെയിം തിയറി എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റിലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോ ഇപ്പം രണ്ട് പ്ലെയേഴ്സ് തമ്മിൽ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസിഷൻസ് എടുക്കാനാണ് ഗെയിം തിയറി. ഈ ബിസിനസ്സുകൾ തമ്മിൽ കോമ്പീറ്റ് ചെയ്യുമ്പോഴും അവരുടെ പ്രൈസിങ് ഡിസിഷൻസ് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഗെയിം തിയറി അഡോപ്റ്റ് ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, അസൈൻമെന്റ് മോഡൽ. അസൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഓരോ ആളുകൾക്കും, ഓരോ വർക്കേഴ്സിനും വർക്ക് എങ്ങനെ ബെസ്റ്റ് പോസിബിൾ വേയിൽ അസൈൻ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് അസൈൻമെന്റ് മോഡലിൽ കൂടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്കൊന്ന് മാച്ച് ചെയ്യാമല്ലോ. ഇതെങ്ങനെ മാച്ച് ചെയ്യാമെന്ന് നോക്കിക്കേ. ഓപ്ഷൻസ് നമുക്ക് കാണാം. ഓക്കെ, ഏതായിരിക്കും? യെസ്, എ ആണ് കറക്റ്റ് ആൻസർ. യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. വിച്ച് among the following is considered as a mathematic model? ഇതിൽ ഏതാണ് മാത്തമാറ്റിക് മോഡൽ എന്ന് പറയാമോ? മാത്തമാറ്റിക് മോഡൽ എന്ന് പറയുന്നത് സിംബോളിക് മോഡൽസിനെയാണ് കേട്ടോ, സിംബോളിക് മോഡൽസിനെയാണ്. അതായത് സിംബൽസും, നമ്മുടെ മാത്തമാറ്റിക്സിലല്ലേ നമ്മൾ പല സിംബലുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, അഡീഷൻ, അതൊക്കെ സിംബൽസ് ആണ്. അപ്പോ സിംബൽസോ നമ്പേഴ്സോ ഇക്വേഷൻസോ ഫോർമുലാസോ ഉപയോഗിച്ചുകൊണ്ട് ഒരു റിയൽ വേൾഡ് പ്രോബ്ലത്തിനെ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ അതാണ് മാത്തമാറ്റിക്കൽ മോഡല്, അല്ലെങ്കിൽ സിംബോളിക് മോഡൽ എന്നും പറയാം. ഇപ്പൊ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് ഇക്വേഷൻസ് കണ്ടിട്ടില്ലേ? അതേപോലെ ഡിഫറെന്റ് ഫോർമുലാസ് പഠിക്കും. ഈ ഫോർമുലാസും ഇക്വേഷൻസും നമ്പേഴ്സും സിംബൽസും ഒക്കെ ഇതെല്ലാം മാത്തമാറ്റിക്കൽ മോഡലിൽ വരുന്നതാണ്. അപ്പൊ ഈ മാത്തമാറ്റിക്കൽ മോഡൽ വെച്ചുകൊണ്ട് നമുക്കൊരു റിയൽ വേൾഡ് പ്രോബ്ലത്തിനെ റെപ്രസെന്റ് ചെയ്യാം. പിന്നെ ഐക്കോണിക് മോഡൽസ് ഉണ്ട്. ഐക്കോണിക് മോഡൽ എന്ന് പറയുന്നത് അത് മാത്തമാറ്റിക്കൽ അല്ല. അതായത് ഒരു റിയൽ ഒബ്ജക്റ്റിനെ അതിന്റെ ഒരു മിനിയേച്ചർ ഫോമിൽ കാണിക്കുന്നതാണ് ഐക്കോണിക് മോഡല്. ഇപ്പൊ നമ്മൾ ടോയ് കാർ അല്ലെങ്കിൽ ഒരു വീടിന്റെ മോഡല്, നമ്മൾ ഒരു വീടിന്റെ ചെറിയൊരു പ്രോട്ടോടൈപ്പ് നമ്മൾ ഉണ്ടാക്കുമല്ലോ, ഒരു വീടിന്റെ മോഡൽസ്, ചെറിയ മോഡൽസ് നമ്മൾ നിർമ്മിക്കാറില്ലേ, അതാണ് ഐക്കോണിക് മോഡല്. ദെൻ അനലോഗ് മോഡലും മാത്തമാറ്റിക്കൽ അല്ല. ഒരു കാര്യത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് മറ്റൊരു ഫിസിക്കൽ ഐറ്റം യൂസ് ചെയ്യുന്നതാണ് അനലോഗ് മോഡൽ. അതായത് ഇപ്പൊ ടെമ്പറേച്ചറിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് തെർമോമീറ്റർ കാണിക്കാം. അങ്ങനെയാണെങ്കിൽ അതാണ് അനലോഗ് മോഡൽസ്. മാത്തമാറ്റിക്കൽ മോഡൽ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. മാത്തമാറ്റിക്കൽ എന്ന് പറയുമ്പോൾ ഓർക്കുക, സിംബൽസോ നമ്പേഴ്സോ ഇക്വേഷൻസോ ആണ് മാത്തമാറ്റിക്കൽ മോഡലിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. Identify the statements which are true with respect to normal distribution. നോർമൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാ നോക്കിക്കേ. നോർമൽ കർവ് ഈസ് എ ബെൽ ഷേപ്ഡ് കർവ്. Arithmetic mean, median and mode of the distribution are equal. Normal curve approaches the horizontal axis asymptotically as we proceed in either direction away from the mean.
നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് പഠിച്ചിട്ടില്ലേ? ഓക്കെ, ഇവിടെ നമ്മുടെ 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം 3ഉം ഇത് 3ഉം ശരിയാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മുടെ ഡേറ്റ സെറ്റ്. നമ്മുടെ ഡേറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ അതിന്റെ പ്രത്യേകത കൂടുതൽ, അതായത് ഒരു കൂടുതൽ ഡേറ്റയും ഒരു സെന്റർ പാർട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത. ഇപ്പൊ നമ്മൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് എടുക്കുമ്പോൾ ഒരു 50 കുട്ടികളുള്ള ക്ലാസ് ആണെങ്കിൽ ഈ 50 കുട്ടികളുള്ള ക്ലാസ്സിൽ ഒരു 30 പേരുടെയും മാർക്ക് ഒരു സെയിം റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. 30 കുട്ടികളുടെയും മാർക്ക് ഏകദേശം ഒരു സെയിം റേഞ്ചിലേക്ക് വരും. ബാക്കി 20 പേര് കാണും നല്ല പഠിക്കുന്നവരും ഒന്നും പഠിക്കാത്തവരും. എപ്പോഴും ആവറേജ് സ്റ്റുഡൻസ് ആയിരിക്കും ക്ലാസ്സിൽ കൂടുതലായിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ആ കുട്ടികളുടെ മാർക്ക് എന്ന് പറയുന്നത് ഒരു നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റ ആണ്. കാരണം അവിടെ കൂടുതൽ ഡേറ്റയും ഒരു സെൻട്രൽ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ഇപ്പോ ഏകദേശം എല്ലാവരുടെയും മാർക്ക് 50നും 60നും ഇടയ്ക്കാണ്. എല്ലാവരുടെയും മാർക്ക് 50നും 60നും ഇടയ്ക്ക് വരും. എന്നിട്ട് ഒരു 5 പേരുടെ മാർക്ക് മാത്രം ഭയങ്കര ഹയസ്റ്റും പിന്നെ ഒരു 5 പേരുടെ മാർക്ക് മാത്രം ഭയങ്കര ലോവിലും കിടക്കും. അങ്ങനെ വരുമ്പോ ആ ഡേറ്റ നമ്മളൊരു ഗ്രാഫിലേക്ക് അതിനെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് ആലോചിച്ച് നോക്കിക്കേ. മാർക്ക് കുറഞ്ഞ കുട്ടികൾ കുറച്ച് പേര് കാണും, പിന്നെ കൂടുതൽ പേർക്കും ഒരു ഏകദേശം ഒരേ മാർക്കിൽ വരും. 50 to 60യുടെ ഇടയിലായിരിക്കും കൂടുതൽ കുട്ടികളുടെ മാർക്ക്. അങ്ങനെയാണെങ്കിൽ അവിടെ കൂടുതലും ഡേറ്റ ഒരു സെയിം പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും, പിന്നെ കുറച്ച് മാത്രം ഹയസ്റ്റും ലോവസ്റ്റിലും കിടക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളൊരു ഡേറ്റയെ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റ ആണെന്ന് നമുക്ക് പറയാം. ഇനിയിപ്പോ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും മാർക്ക് ഭയങ്കര ഹൈയിലാണ്, അല്ലെങ്കിൽ ആരും പഠിക്കാത്ത പിള്ളേർ എല്ലാവരുടെയും മാർക്ക് സെയിമാ, ഒരു തീരെ കുറവാ. അങ്ങനെ ആണെങ്കിൽ അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റ ആകത്തില്ല. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത നോർമൽ കർവ് ഒരു ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കും. ഒരു ബെല്ല് പോലെ ഇരിക്കും. ഒരു ഒരു ക്രിസ്മസ് ബെല്ല് എന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ മുകളിലേക്ക് പോകും അല്ലെ? ആ മുകളിലേക്ക് ഒരു ബെല്ല് പോലെ ഒന്ന് വരയ്ക്കുമ്പോൾ എങ്ങനെയാ വരുന്നത്? ആ ഒരു മുകളിലേക്ക് പോകുന്ന പോർഷൻ, അതായത് കൂടുതൽ ഡേറ്റയും ഒരു സെൻട്രൽ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ മീനും മീഡിയനും മോഡും എല്ലാം സെയിം ആയിരിക്കും. അതേപോലെ തന്നെ ആ ഒരു കർവ് തിരിച്ച് എക്സ് ആക്സിസിലേക്ക്, നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസിലേക്ക് വരുമെങ്കിലും ആ ആക്സിസിനെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ടച്ച് ചെയ്യത്തില്ല. ഓക്കെ, ഇത് 3ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ടു ഫൈൻഡ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടാൻ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? LPP ആണോ, VAM ആണോ, മോഡി മെത്തേഡ് ആണോ, റിം ആണോ? ഏതാണ്? നിങ്ങളിത് പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ടൈം കുറച്ച് ടൈം ആയി അല്ലേ? അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാനുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ആൻസർ അങ്ങ് പറയുകയാണെ. മോഡി മെത്തേഡ് ആണ് കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് മോഡി മെത്തേഡ് ആണ്. VAM ഉണ്ട്, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡില് ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. ഈ ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ പിന്നീട് മോഡി മെത്തേഡ് അഡോപ്റ്റ് ചെയ്യും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ത്രീ ടൈം എസ്റ്റിമേറ്റ്സ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ്. ഇതില് ഏത് മോഡലിനകത്താണ് 3 ടൈം എസ്റ്റിമേറ്റുകൾ വരുന്നത്? CPM ആണോ, PERT ആണോ, ലീനിയർ പ്രോഗ്രാമിംഗ് ആണോ, ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സിലാണോ?
യെസ്, ആര്യ കറക്റ്റ് ആണ്. PERT ആണ് അല്ലേ? പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. PERT-നകത്താണ് നമ്മൾ 3 ടൈം എസ്റ്റിമേറ്റുകളെ പറ്റിയിട്ട് പറയുന്നത്. അതായത് ഒപ്റ്റിമിസ്റ്റിക് ടൈം ഉണ്ട്, മോസ്റ്റ് ലൈക്ലി ടൈം ഉണ്ട്, പെസിമിസ്റ്റിക് ടൈം ഉണ്ട് അല്ലെ? 3 ടൈമിനെ പറ്റി പറയുന്നത് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കിനകത്താണ്. ഒപ്റ്റിമിസ്റ്റിക് ടൈം, മോസ്റ്റ് ലൈക്ലി ടൈം, പെസിമിസ്റ്റിക് ടൈം. ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് ബെസ്റ്റ് പോസിബിൾ ടൈം ആണ്. മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറഞ്ഞാൽ നോർമൽ എക്സ്പെക്ടഡ് ടൈം ആയിരിക്കും. പിന്നെ പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വേസ്റ്റ് പോസിബിൾ ടൈമിനെയാണ് പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ആകാൻ എടുക്കുന്ന സമയമായി പറയുന്നത്. അതിൽ ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ടൈം, അതായത് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ടൈം ആയിരിക്കും. മോസ്റ്റ് ലൈക്ലി എന്ന് പറയുന്നത് ഈ ഒരു പ്രൊജക്ട് തീരാൻ സാധാരണ എടുക്കുന്ന സമയം. അപ്പൊ അതിനെക്കാട്ടി കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർന്നാൽ അത് നല്ലതല്ലേ? അതാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം. ഇനി നോർമൽ എടുക്കുന്നതിനെക്കാട്ടി ഒത്തിരി സമയം കൂടുതൽ എടുക്കുവാണെങ്കിൽ അതാണ് പെസിമിസ്റ്റിക് ടൈം, വേസ്റ്റ് പോസിബിൾ ടൈം. ഓക്കെ, ഈ 3 എസ്റ്റിമേറ്റുകളും PERT-നകത്ത് വരുന്നതാണ്. പിന്നെ ഹു among the following is much associated with പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ആരുടെ പേരാ നമുക്ക് പഠിക്കാനുള്ളത്? ഇദ്ദേഹത്തിന്റെ പേര് വെച്ച് തന്നെ നമ്മൾ ഇങ്ങനെ പറയും അല്ലെ? ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ ഏത് വ്യക്തിയാണ് വരുന്നത്? പറയാമോ? ബെർണൌളി ആണ്. ജേക്കബ് ബെർണൌളി. ബെർണൌളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പഠിക്കും. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനകത്ത് ബെർണൌളി ഡിസ്ട്രിബ്യൂഷൻ ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓപ്പറേഷൻസ് റിസർച്ച് ഈസ് ബേസ്ഡ് ഓൺ മാത്തമാറ്റിക്കൽ മോഡലിംഗ്. ഓപ്പറേഷൻസ് റിസർച്ച് ഹെൽപ്സ് ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. സിമ്പിൾ ചോദ്യമാണല്ലോ, ആൻസർ ചെയ്യാമല്ലോ. യെസ്, കറക്റ്റ്. ഓപ്ഷൻ 1ഉം 2ഉം 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് അല്ലെ? രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. യെസ്. ഈ ചോദ്യം കണ്ടോ, ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉള്ളതാട്ടോ. ഇത് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മളുടെ പാരാമെട്രിക് ടെസ്റ്റുകളും ഓരോ പാരാമെട്രിക് ടെസ്റ്റിന്റെയും നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ടുകളും ഉണ്ട്. ഈ പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റും എന്താണെന്നറിയാമോ? നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യത്തില്ലേ? ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ ഉണ്ട് അല്ലേ? എഫ് ടെസ്റ്റ് ഉണ്ട്, ടി ടെസ്റ്റ് ഉണ്ട്, അനോവ ഉണ്ട്, ക്രിസ്കൽ വാലിസ് ഉണ്ട്, മാൻ വിറ്റ്നി ഉണ്ട്, വിൽകോക്സൺ ടെസ്റ്റ് ഉണ്ട്. ഇങ്ങനെ പല ടെസ്റ്റുകൾ ഉണ്ടെങ്കിലും ഈ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടെസ്റ്റ് നമ്മൾ എടുത്തങ്ങ് യൂസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അവിടെ നമ്മുടെ ഡേറ്റ ഏത് തരത്തിലാണ് ഉള്ളതെന്ന് നോക്കി അതനുസരിച്ചാണ് ടെസ്റ്റ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ ഡേറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ അവിടെ പാരാമെട്രിക് ടെസ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യും. ഇനി നമ്മുടെ ഡേറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലാത്ത ഡേറ്റ ആണെങ്കിൽ നമ്മൾ അവിടെ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മാത്രം നമ്മൾക്ക് പാരാമെട്രിക് ടെസ്റ്റുകൾ എടുക്കാൻ പറ്റുള്ളൂ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഡേറ്റയുടെ പ്രത്യേകത എങ്ങനെ വരണം? കൂടുതലും ഒരു സെൻട്രൽ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടും വളരെ കുറച്ച് മാത്രം ബാക്കിയുള്ള സൈഡുകളിലേക്കും പോകുന്ന ഡേറ്റ ആണെങ്കിൽ അതാണ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റ. അപ്പൊ അങ്ങനെയുള്ള ഡേറ്റയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പാരാമെട്രിക് ടെസ്റ്റുകൾ ഉപയോഗിക്കാം. ഇനി അല്ല, ഇത് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഡേറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ അവിടെ നമുക്ക് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി ഈ ഓരോ ടെസ്റ്റുകളും പാരാമെട്രിക് ടെസ്റ്റും ഉണ്ട്, അതിന്റെ തന്നെ നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ടും ഉണ്ട്. അപ്പൊ നമ്മുടെ ഡേറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ നമ്മളിപ്പോ 1 സാമ്പിൾ ടി ടെസ്റ്റ് ഉപയോഗിക്കാനാ തീരുമാനിച്ചത്. ഇനി ഈ ഡേറ്റ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിലോ ആ 1 സാമ്പിൾ ടി ടെസ്റ്റിന് പകരം നമുക്ക് ക്രിസ്കൽ വാല്യൂസ് അതിന് പകരം നമുക്ക് അതിന്റെ തന്നെ നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ ഓരോ പാരാമെട്രിക് ടെസ്റ്റും
അതിന്റെ തന്നെ നോൺ പാരാമെട്രിക് പാർട്ടുകളുമാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അത് ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിളിൽ ഇട്ടിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് ആണെങ്കിൽ അതിന്റെ നോൺ പാരാമെട്രിക് ആണ് മാൻ വിറ്റ്നി യു ടെസ്റ്റ്. പെയർഡ് ടി ടെസ്റ്റ് ആണെങ്കിൽ അതിന്റെ നോൺ പാരാമെട്രിക് ഓൾട്ടർനേറ്റീവ് ആണ് വിൽകോക്സൺ സ്വൈൻഡ് റാൻഡ് ടെസ്റ്റ്. വൺ വേ അനോവയുടെ നോൺ പാരാമെട്രിക് ആണ് ക്രിസ്കൽ വാലിസ്. പിന്നെ റിപ്പീറ്റഡ് അനോവയുടെ ആണ് ഫ്രൈഡ്മൻ ടെസ്റ്റ്. പിന്നെ പിയേഴ്സൺസ് കോറിലേഷൻ ആണെങ്കിൽ അതിന്റെ നോൺ പാരാമെട്രിക് ആണ് സ്പിയർമൻ റാങ്ക് കോറിലേഷൻ. ഈ ഓരോ ടെസ്റ്റുകളും എടുക്കുന്നതും പല പല ബേസിസിലാണ്. അപ്പൊ അത്ര ഡീറ്റെയിൽഡിൽ ഞാൻ ഇപ്പൊ പോകുന്നില്ല, നമ്മുടെ ടൈം ലിമിറ്റഡ് ആണ്. ഇവിടെ നോക്കിക്കേ, ഹംഗേറിയൻ മെത്തേഡ്. ഹംഗേറിയൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെന്നാണ്? അസൈൻമെന്റ് മോഡലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. അസൈൻമെന്റ് മോഡലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഹംഗേറിയൻ മോഡൽ. ദെൻ ജോർജ് ബി ഡാൻസിക്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോർജ് ബി ഡാൻസിക്. ഇദ്ദേഹത്തിനെ ഫാദർ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗിനകത്തുള്ള സിംപ്ലക്സ് അൽഗോരിതം കൊണ്ടുവന്നതും ഇദ്ദേഹമാണ്. ഇപ്പൊ ഫാദർ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് ചോദിച്ചാലും ഈ ഒരു പേര് തന്നെ ആയിരിക്കും എന്ന് ഓർത്തു വെക്കണം, ഫാദർ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗിനകത്തുള്ള ഒരു ടൂളാണ് ഈ ഒരു സിംപ്ലക്സ് അൽഗോരിതം എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്ന വ്യക്തിയാണ്. ഓക്കെ. ദെൻ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, CPM എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ്, പ്രോബബിലിസ്റ്റിക് മോഡൽ അല്ല. ക്രിട്ടിക്കൽ പാത്തിന്റെ പ്രത്യേകത, ഇവിടെ ആക്ടിവിറ്റി ടൈം എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ആ ടൈം നമുക്ക് നോൺ ആയിരിക്കും, ഒരു അൺസർട്ടനിറ്റിയും ഇല്ല. അതുകൊണ്ടാണ് അത് ഡിറ്റർമിനിസ്റ്റിക് മോഡൽ ആയത്. ഇപ്പൊ പെർട്ട് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിസ്റ്റിക് മോഡലാണ്, കാരണം അവിടെ ടൈം നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ 3 ടൈം എസ്റ്റിമേറ്റുകൾ എടുക്കുന്നത്, പ്രോബബിലിറ്റിയുടെ ബേസിലാണ്. CPM അങ്ങനെയല്ല, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് പ്രോബബിലിറ്റിയുടെ ബേസിലല്ല, അതൊരു ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ്. അവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോൺ ആയിരിക്കും, സെർട്ടൈൻ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞു അല്ലേ? യെസ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ചധികം എക്സ്പ്ലനേഷൻസ് വേണ്ട ഏരിയാസ് ആണ്, പക്ഷെ നമ്മുടെ ടൈം ലിമിറ്റഡ് ആയതുകൊണ്ടാണ് ഒരുപാട് എക്സ്പ്ലനേഷനിലോട്ട് ഒന്നിലും പോകാഞ്ഞത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നത്. ഇനി നെക്സ്റ്റ് മൺഡേയിൽ നമുക്ക് 5ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇനി 2 യൂണിറ്റുകൾ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. നെക്സ്റ്റ് മൺഡേ 5th യൂണിറ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് വരിക. ഓക്കെ, താങ്ക് യു.